അമ്മ ഞാൻ നേരെ കണ്ടമ്മ ഞാൻ ഇവിടെ നിന്റെ ചേച്ചിയെ കണ്ടമ്മ എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് എവിടെയല്ല അമ്മ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഒരു വീടിൻ്റെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്ന ഷിബു എന്ന ചെറുപ്പക്കാരൻ ഒടുവിൽ ആ വീട്ടിലേക്ക് എത്തിയത് ചേതനയേറ്റ ശരീരമായാണ്. അഗാധ ദുഃഖത്തിലും ഷിബുവിൻ്റെ ശരീര അവയവങ്ങൾ മണ്ണിനല്ല മനുഷ്യന് തന്നെയാണ് എന്ന് തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവർക്ക് മുമ്പിലേക്കാണ് ആ മൃതശരീരം എത്തിയത്. കൊല്ലം ചാത്തന്നൂർ ചിറക്കര ഷിജി നിവാസിൽ ഷിബുവിൻ്റെ അവയവങ്ങളാണ് 7 പേർക്കായി ദാനം ചെയ്തത്. ഈ മാസം 14-ാം തീയതിയായിരുന്നു വീടിന് സമീപത്തുള്ള മുക്കാട്ടുകുന്നിൽ വെച്ച് ഷിബുവിന് അപകടം സംഭവിക്കുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പാണ് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചത് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന്. പിന്നീട് ബന്ധുക്കളോട് അവയവദാനത്തെക്കുറിച്ചും സംസാരിച്ചു. അതിതീവ്രമായ വേദനയിലും കുടുംബം അവയവദാനത്തിന് സമ്മതിക്കുകയായിരുന്നു. നാടിൻ്റെ പ്രിയപ്പെട്ടവൻ, യാതൊരു ദുശീലവുമില്ലാത്തവൻ, കുടുംബം നോക്കുന്നവൻ, കുടുംബത്തിൻ്റെ ഏക അത്താണി, അങ്ങനെ എല്ലാവർക്കും ഷിബുവിനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. മരണശേഷവും ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ ഷിബുവിൻ്റെ അവയവങ്ങൾ തുടിക്കണമെന്ന ആ നല്ല തീരുമാനം കൈക്കൊണ്ട ഷിബുവിൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാനും ഷിബുവിൻ്റെ മൃതശരീരം അവസാനമായി കാണുവാനും ആയിരങ്ങളാണ് ഷിബുവിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഷിബുവിൻ്റെ മരണത്തിൽ അതീവ ദുഃഖിതരാണെങ്കിലും ഷിബുവിൻ്റെ കരളും ഹൃദയവും വൃക്കയും കണ്ണുകളും ചർമ്മവും മറ്റാരുടെയെങ്കിലും ശരീരത്തിൽ തുടിക്കുമെന്ന് തീരുമാനിച്ച ഷിബുവിൻ്റെ ബന്ധുക്കൾ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അവയവദാനം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് ജീവനേകുന്ന ഒരു പുണ്യ പ്രവർത്തനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ 7 അവയവങ്ങളാണ് ദാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു പുണ്യ പ്രവർത്തനത്തിന് സമ്മതം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ അമ്മയ്ക്കും സഹോദരിക്കും എത്ര അഭിനന്ദനങ്ങൾ നൽകിയാലും മതിയാവില്ല. ഇത്രയും വലിയൊരു മഹത്തായ ഈ പുണ്യ പ്രവർത്തനത്തിന് അനുമതി നൽകിയ നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ അമ്മയ്ക്കും സഹോദരിക്കും അഭിനന്ദനങ്ങൾ. നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. 47 വയസ്സാണ് നമ്മുടെ സഹോദരൻ. 47 വയസ്സാണ്. ഒരു മുക്കാട്ടുകുന്നിൽ വെച്ച ഒരു അപകടം, ഒരു കുട്ടി കുറുക്ക് ചാടി, അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. അപ്പൊ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ആളുകൾക്ക് ഒരു കുറ്റങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു സ്നേഹമുള്ള ഒരു സഹോദരനാണ്. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു. അപ്പം അവിടെ നിന്നിട്ട് നമ്മൾ ഇച്ചിരി മരുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു, കള്ളം പറയുന്നില്ല. നമ്മൾ അടിച്ചിട്ട് നിന്ന് മേലോട്ട് കയറി വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോഴേ ജസ്റ്റ് അവിടെ ആട്ടോ വിളിക്കാൻ ആർക്കും തയ്യാറില്ല. ആട്ടോ വരുന്ന വണ്ടി കൈ കാണിക്കാന്നുള്ള രീതിയിലാണ് നിന്നത്. അപ്പോൾ 2 പേർക്കും ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിൽ മറ്റേ ഗോപിയണ്ണല്ല ഉണ്ണിയണ്ണൻ്റെ മരുമോന് പല്ല് പൊട്ടിയതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോഴേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, കണ്ണപ്പൻ എന്ന് പറയും, ഇവിടെ ചിറക്കര താമസിക്കുന്നതന്നെ. കഷിയാണ് തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കിയപ്പോഴത്തെ എൻ്റെ അടുത്ത് കൊണ്ട് അനീഷ നിൻ്റെ വണ്ടി ഇരിക്കുകയല്ലേ, പ്രാവ നീ പോയി, എന്നെ പ്രാവ എന്നാണ് അറിയപ്പെടുന്നത്, പ്രാവ നീ പോയി ഒരു ആട്ടോ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ അനിയണ്ണൻ എന്ന് പറയുന്ന ഒരു അണ്ണൻ്റെ വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് പെങ്ങളെയും എന്താ ഈ സുഹൃത്തിനെ അവിടെ കയറ്റി വിട്ടു. അത്രയേ ഉള്ളൂ. അതിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഭയങ്കര വിഷമായിപ്പോയി. ഉള്ള